ഹായ്, നന്ദുസ്രോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തായിട്ടുള്ള നമ്മളെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ തുടങ്ങാം. നമുക്ക് തുടങ്ങാതെ. ക്വസ്റ്റ്യൻ ആൻസർ ഏത് വായിക്കും? ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയാം. ഓക്കെ. ഫസ്റ്റ്, എനി ഫ്യൂച്ചർ പ്ലാൻസ് അലോങ് വിത്ത് ഫാമിലി പ്ലാനിങ്? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഒന്നും പ്ലാനായിട്ട് ചെയ്തിട്ടില്ല അല്ലേ? ചെയ്തിട്ടില്ല. എന്താ ഇനി മുന്നോട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കുറച്ച് പ്ലാൻസ് ഒക്കെ. ഇപ്പൊ ഒന്നും ഇല്ലാണ്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്ത് വെച്ച പ്ലാൻസ് ഒന്നും ഇപ്പൊ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നതല്ല. അതന്നെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നതിന്റെ ശേഷം നമുക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല പ്ലാൻസ് ഒന്നും. അതെ. അടുത്തത്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞ കുഴിമന്തി. കുഴിമന്തി എവിടെ പോയാലും ഉണ്ടാവും കുഴിമന്തി. എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത കുഴിമന്തി നന്നായി കഴിക്കട്ട. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് ഈ കുഴിമന്തി. ഏട്ടനാണെങ്കിൽ അതന്നെ വേണം ഇവിടെ പോകുമ്പോഴും. അൽഫാം മന്തി. എനിക്കിഷ്ടം ബിരിയാണി. പിന്നെ എന്താ ഷേക്സുകൾ ഇഷ്ടമാണ്. ബർഗർ, ഷാർജ ഷേക്കുകള് അല്ലേ? പിസ്സ, ബർഗർ അങ്ങനത്തെ ഐറ്റംസ്. ഷേറിന്റെ പിസ്സ ഇഷ്ടമല്ല. ചീസ് സാധനങ്ങളൊന്നും കഴിക്കില്ല. എനിക്കെന്തോ ചീസ്, നെയ്യ് ഇതൊക്കെ ആയിട്ട് എന്റെ ബട്ടർ ഇതൊക്കെ ഭയങ്കര ശത്രുതയാണ്. ഞാനല്ലേ കഴിച്ച് ബട്ടർ നെയ്യ് കഴിച്ചത് ഒരു വായ കഴിച്ചിട്ട് വന്നു. അല്ലെങ്കിൽ അത് കഴിച്ചത് കഴിച്ച് വളം മാറ്റാൻ വേണ്ടിട്ട് ബർഗറിലത്തെ കഴിക്കും, പിസ്സയില് കഴിക്കില്ല. അതേപോലെ തലയിൽ കഴിക്കുന്ന എണ്ണയുടെ മണം പിടിക്കില്ല. അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് കഴിക്കും. പിന്നെ ഫേവറേറ്റ് മോഡല്, റോൾ മോഡല് എന്റെ ആണോ? എനിക്കാരുമില്ല അങ്ങനെ പ്രത്യേകിച്ച്. ഞാനങ്ങനെ നോക്കിയിട്ടില്ല. എന്റെ ഫേവറേറ്റ് മോഡൽ ആരാ? ഇവിടെ പിന്നെ കൊറേ ഉണ്ടാവും. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ ആള് ഫുള്ള് അതിനെ കുറിച്ചായിരിക്കും. ഇപ്പൊ ആരാണ് സംസാരിച്ചിരിക്കണേ? ജോർജ് സാർ. എങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഹലോ ജോർജ് സാറേ. ഇപ്പൊ കൊറേ ദിവസമായിട്ട് ഞാൻ അത് കേട്ടോണ്ടിരിക്കാൻ തുടരും. ശരിക്കും റോഡ് മോഡൽ ആരാ പറ? മോഡൽ വെച്ചാല് കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കണത് ഞാൻ മമ്മൂടിയുടെ ആയിരിക്കും. പിന്നെ ക്യാരക്ടർ ബേസ് ചിലപ്പോ പൃഥ്വിരാജിന്റെ ആയിരിക്കും. പിന്നെ ജാടത് വിചാരിക്കും. റോൾ മോഡല് അങ്ങനെ സിനിമ പ്രാന്തോട് അങ്ങനെ ഒരുവിധം റോൾ മോഡലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുമ്പോ പൃഥ്വിരാജിന്റെ ഇതായിരിക്കും കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും എടുക്കാൻ നോക്കുക അല്ലേ? അതെ. ഒരു വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ നോക്കുമ്പോ അതിപ്പോ എനിക്കും പൃഥ്വിരാജിന്റെ പാട്ടുകളായിട്ട് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളുടെ പൃഥ്വിരാജ് ഫാനാണ്. ആളെന്നെയാണ്. ഞാൻ പറയാം അത് പണ്ടൊക്കെ ഇപ്പൊ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവാ പൃഥ്വിരാജ് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. പൃഥ്വിരാജിനെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു നടന്ന ആളാണ്. അതുപോലെ ഫോൺ വിളിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ഇത്ര ആഗ്രഹം കൊണ്ട് തന്നെ പൃഥ്വിരാജ് സാറായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. അപ്പൊ അത് ഇങ്ങനെ കെട്ടിയ ആൾക്കാണെങ്കിൽ അത്രയ്ക്ക് അത്ര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഏകദേശം ചില കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഒരേ ഇഷ്ടങ്ങൾ പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിൽ പോവാ. അടുത്തത് മേക്കപ്പ് പ്രൊഡക്റ്റിന്റെ വീഡിയോസ്. മേക്കപ്പ് പ്രൊഡക്റ്റ് എന്താണ്? എന്റെ അധികം കുറയുന്നില്ല. എന്നാലും ഉള്ളതൊക്കെ ആയിട്ട് കാണിച്ചിട്ട് ഒരു വീഡിയോ എത്ര പെട്ടെന്ന് എടുക്കാല്ലേ? ഞാനുള്ള സാധനം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് അധികം ഇട്ടിട്ട് ഇതാക്കാറില്ല. ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്റെ ഇതിനകത്ത്. ഉണ്ടാവില്ല ഫൗണ്ടേഷൻ ഷുഗറിന്. പിന്നെ ഗോകുലിന്റെ ജോലി പറഞ്ഞോളൂ. വീഡിയോഗ്രാഫർ, വെഡിങ് വീഡിയോഗ്രാഫർ ആണ് കേട്ടോ. മോഡലിംഗ് ഒന്നും എടുക്കണില്ല, വെഡിങ് മാത്രം ഫോക്കസ് ചെയ്യണം. കുറെ പേര് ചോദിക്കും അങ്ങനത്തെ ഷൂട്ടുകൾ, അതൊന്നും പോവാറില്ല. വെഡിങ് എടുക്കാറുണ്ട്, വെഡിങ് വർക്ക് പോവും, പിന്നെ ആഡ് ഷൂട്ട് എടുക്കാറുണ്ട് ഒരുവിധം. മോഡലിംഗ് ചെയ്യാറില്ല.
എന്റെ പേജിൽ കണ്ടാലും അറിയാം ഫുൾ വെഡിങ്ങും പിന്നെ മോഡൽ ചെയ്യണമെങ്കിൽ മൊത്തല്ലേ പ്ലാൻ ഇട്ടിരുന്നില്ല. എന്നായിരുന്നു വിഷുവിന്? പക്ഷെ നമുക്ക് കുറച്ച് തിരക്കുകൾ വന്ന് നമുക്കത് നടന്നില്ല. കുറച്ചധികം തിരക്കുകൾ വന്ന് വിഷു സമയത്ത് ഭയങ്കര ഓട്ടമായിരുന്നു. ഇപ്പോഴൊക്കെ ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് വരണല്ലോ. അതെ. അടുത്തതെന്ന് വെച്ചാല് അനിയനിപ്പ എന്താ ചെയ്യണേന്ന്? അനിയനിപ്പ ഗൾഫിൽ പോയി, ദുബായിലിപ്പ HSC ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഇപ്പൊ കേറിട്ട് 2 ആഴ്ചയായി. ഇപ്പൊ പോയിട്ട് ഈ ഏപ്രിൽ 17 പോയത്. ഇപ്പൊ പോയി ഇപ്പൊ കേറി ഒരാഴ്ച കൊണ്ടായി. കേറിട്ട് ഇപ്പൊ കേറിയിട്ടുള്ള ആള് ഇപ്പൊ അങ്ങനെ പോകുന്നു. പഠിക്കൊന്നല്ല പെട്ടാനിയ. പിന്നെ നമ്മൾ രണ്ടാളുടെ ഏജ് എത്രയായിരുന്നു? ഇതുവരെ ചിലപ്പോ ഏട്ടന്റെ ഏജ് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇല്ലല്ലേ? ഇല്ല. 24. എവിടുന്ന്? എത്ര വർഷം മുന്നേ? അത് അറിയേ? നിങ്ങനെ പറയും കണ്ടല്ല എത്ര അയ്യ അങ്ങനെ പറയാൻ നിക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം 28 വയസ്സ്. എനിക്കല്ല 29 ആവും ഒക്ടോബറില്. ഈ കൊല്ലം ഒക്ടോബർ 28 29. ഈ കൊല്ലല്ലേ ഉള്ളോ 29? ആവില്ല. എനിക്ക് 19. ഈ ഒക്ടോബർ 24 20 ആവും. ഞങ്ങൾ രണ്ടാളും പിറന്നാള്. എന്റെ 24 ഒക്ടോബർ, ഏട്ടന്റെ ഒക്ടോബർ 28. ആ ദിവസത്തിൽ ഞങ്ങൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ടാവും. കുഞ്ഞാ അതിഷ്ടായി. തമാശക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ എന്തെങ്കിലും പറയാം, ഏട്ടൻ എന്തെങ്കിലും പറയും. ഇങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ സീരിയസ് ആയി എടുക്കണ്ട. നമ്മൾ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോ അതെല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നു. അതാണ് ഇപ്പത്തെ കുറച്ച് പ്രശ്നങ്ങൾ. നമ്മൾ പറയുന്ന അർത്ഥം മനസ്സിലാക്കാതെ അത് സീരിയസ്ലിലേക്ക് പോവാ. അതിനെ കുറിച്ച് എന്തായാലും നമുക്ക് പറയാം. പിന്നെ നമ്മള് അനുഗ്രഹിക്കുന്ന കുറെ ആൾക്കാരാണ്. നല്ലതായി വരട്ടെ, ഹാപ്പി മേഡ് ലൈഫ്. രണ്ടുപേരും സന്തോഷത്തോടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാലം ഇതുപോലെ മുന്നോട്ട് പോവട്ടെ. സർവേശ്വരൻ നിറഞ്ഞ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഒരമ്മ. നല്ലത് വരും. ഓക്കെ. ആരായാലും ഇങ്ങനെ നമ്മൾ അനുഗ്രഹിച്ചതിന് പിന്നെ അടുത്തത് കുണുക്കിനെയും കുണിക്കെയും മിസ് ചെയ്യുന്നുണ്ടോ? അത് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. എന്തായാലും നമ്മൾ ചെറിയ പിള്ളേരാണ്. പിന്നെ അവര് ചെറുപ്പം തൊട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവരായിട്ട് ഇത്രയും കാണാതെ ഇരിക്കുന്നത്. ശരിക്കും ഒരു ദിവസം പോലും അവരായിട്ട് വിട്ട് നിൽക്കൽ അങ്ങനെ ഉണ്ടാവാറില്ല. വേറെ എവിടെ പോയി നിൽക്കാറോ അങ്ങനെ ഒന്നുമില്ല. അവർ ജനിച്ചാലും ഇപ്പോഴാണ് ഇങ്ങനെ. അതെന്തായാലും ഉണ്ട്. മിസ് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ട പറഞ്ഞ ആ കാര്യം ഭയങ്കരമായിട്ടുണ്ട്. അത് എനിക്കത് എനിക്ക് എന്താ ചേട്ടനോടാണ് ഞാൻ എല്ലാം പറയുന്നത്. മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അടുത്തത് അസിന്റെ വീടും സ്വന്തം വീടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടിലത്തെ രീതികൾ രണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ രണ്ട് വീട്ടിലും ഞങ്ങളുടെ വീട്ടിലത്തെ രീതിയും ഇവിടുത്തെ രീതിയും എല്ലാം പലതും പല രീതികളായിരിക്കാം. ഞങ്ങളുടെ വീട്ടിലെ ചെയ്യലുണ്ടായിരിക്കില്ല ഇവിടുത്തെ കാര്യങ്ങള്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മളത് വന്ന് അതിലായിട്ട് നമ്മൾ സെറ്റ് ആവുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നു. മിക്ക പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ വെച്ചാൽ എന്തായാലും നമ്മുടെ വീട്ടിലത്തെ പോലെ ആയിരിക്കില്ല ഇവിടെ ഉള്ള പോലെ ആയിരിക്കില്ല നമ്മുടെ വീട്. അങ്ങനെ ഉണ്ടാവും. രണ്ടു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മളിവിടെ വന്നാൽ നമ്മൾ അതിലായി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതാണൊരു പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിപ്പോ നമ്മൾ എവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് ഒരു ജോലിക്ക് പോയാലും നമ്മളെ വീട്ടിലത്തെ അന്തരീക്ഷം ആവില്ല. ജോലിക്ക് പോയി നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മളവിടെ അതുകൊണ്ട് കൂടെ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ സെറ്റാവും. സെറ്റായി മാറും. അതേപോലെ ഇപ്പൊ ഞാനും
ഇവിടുത്തെ ജീവിത രീതിയായി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കുക്കിംഗ് അങ്ങനല്ലേ ചെയ്യിപ്പിക്കാറൊന്നുമില്ല. കുക്കിംഗ് എനിക്ക് വലിയ അറിവില്ല, അപ്പൊ എന്നെ അധികം ചെയ്യിപ്പിക്കാറില്ല. എന്നാൽ ബാക്കി എല്ലാ സഹായത്തിനും ഞാൻ ഇപ്പൊ കുക്ക് ചെയ്യാനായാലും അരിഞ്ഞു കൊടുക്കാനും കാര്യങ്ങളും സഹായത്തിനൊക്കെ നിൽക്കും ചെയ്യും. അതങ്ങനെ പയ്യെ മാസങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ ചിലപ്പോ ആദ്യത്തെ നിന്ന പോലെ ഇല്ല. ഇപ്പൊ വ്യത്യാസങ്ങൾ മാറി വരുന്നത് വെച്ചാൽ നമ്മളിവിടെ ഓരോന്നായി പഠിച്ച് ഇപ്പോഴും ഞാനൊക്കെ ഇങ്ങനെ പഠിച്ച് ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരും. ഇവിടെ എന്റെ വീട് നല്ല ഡിഫറൻസ് ഉണ്ട് രീതികളിൽ, സംസാര രീതി എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോ അല്ലെ മനസ്സിലാവില്ല. ഞാൻ പാത്രം മോറാന്നൊക്കെ പറയാം, അങ്ങനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ടാവും. അതൊക്കെ ഇപ്പൊ ഓരോന്നായി ശരി അല്ല വെയിലും ചൂടൊക്കെ കൂടുതലാ. ചൂടൊക്കെ ഞങ്ങളവിടെ പോലെയല്ല, ഇവിടെ കുറച്ച് ചൂടും വെയിലൊക്കെ കൂടുതലാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പട്ടന്നെ പിന്നെ പഠിച്ചൊരു വിധമായിട്ട് കഴിഞ്ഞാൽ വെള്ളമാണ് ഏറ്റവും മെയിൻ പറയാനുള്ളത്. ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞങ്ങളവിടെ കിണറ് വെള്ളമല്ലേ, ഇവിടെ കുഴൽക്കിണർ വെള്ളമാണ്. ചില നേരത്ത് കറുത്തിരിക്കും, ചില നേരത്ത് വെളുത്തിരിക്കും. ചില നേരത്ത് വെളുത്തിരിക്കും. അതാണ് മുടിയൊക്കെ പോയിട്ടാ എല്ലാരും പറയുന്നത്. കുഞ്ഞിന് മുടിയൊക്കെ പോയി. ഒന്നാമത്തെ വെള്ളത്തിന്റെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ വെള്ളമായിട്ട് ഇനി സെറ്റ് ആവണം. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ക്ലോറിൻ യൂസ് ചെയ്യാനും പറ്റൂല, ക്ലോറിൻ വെള്ളമുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്ത് നോക്കി ഞാൻ, കൂടുതൽ മുടി പോവാ. ഒന്ന് രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും പകുതി മുടി പോകണ പോലെയായിരുന്നു. ഞാൻ വേഗം അത് നിർത്തി. അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം പറഞ്ഞല്ലേ, ഇതന്നെ ചോദിക്കണ കുണിക്ക് മിസ് ചെയ്യണ്ടോ ഒരുപാട് പേര് ചോദിക്കണ്ട കേട്ടാ. അതെന്തായാലും ഉണ്ടാവൂലോ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിഷമിക്കാൻ വിട്ടുകൊടുക്കാതെ, സ്വർണം ഒന്നും ആഗ്രഹിക്കാതെ ഗോകുലിന്റെ കൂടെ കൂട്ടി. ഗോകുലിന്റെ വീട്ടുകാർ അതിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു? ശരിയാ. സപ്പോർട്ട് എന്ന് വെച്ചാല് ഇതിൽ വലിയ സപ്പോർട്ട് ഇനി കിട്ടാനില്ല. ആളിവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഏറ്റവും വലിയൊരു സപ്പോർട്ട്. ആളെന്റെ കൂടെ ഇരിക്കണതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അതായത് ഒരു കാര്യം നോക്കാതെയും സഡൻലി ആക്ഷൻ എടുക്കുന്നത് പറയില്ലേ, അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് നിന്ന് നമ്മളെ ഇങ്ങടെ, അതായത് അച്ഛനും ആയത് എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും എല്ലാരും കൂടിയിട്ടൊരു, അച്ഛനമ്മ മാത്രല്ല എല്ലാരും കൂടിയിട്ട് പെട്ടെന്ന് അത് ഓരോ കാര്യങ്ങൾ നീക്കാനും എല്ലാ സഹായത്തിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ നിമിഷം വരെ നമുക്ക് എന്തുണ്ടെങ്കിലും എല്ലാരും ഉണ്ടാവും. അതെ. അപ്പൊ ഈ സ്വർണത്തിന്റെ കാര്യം ചോദിക്കുക പറയാ, അങ്ങനെയില്ല, ആരും വിഷമിപ്പിക്കാറില്ല, അങ്ങനെ പറയാറില്ല. വ്ളോഗിൽ കാണാനല്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ എപ്പോഴും പരിപാടിയാ. ഓടിച്ചിരിക്കാൻ സമയമില്ല, ഞങ്ങൾക്ക് സമയമില്ല. എന്നിട്ട് ഞങ്ങളിപ്പോ ട്രിപ്പ് തന്നെ ഇപ്പോഴാണ് പോയത്, പരിപാടികളും കാര്യങ്ങളൊക്കെ. അതായത് ഈ കഴിഞ്ഞ 4-ാം തീയതി അല്ലേ, 2-ാം തീയതി 3-ാം തീയതി 3-ാം തീയതി 1-ാം തീയതി പരിപാടി, 4-ാം തീയതി പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു ട്രിപ്പിന്റെ കാര്യം മുന്നേ ചെയ്ത് വെച്ചാൽ പോണ്ടി. അപ്പൊ നമ്മ ആ കാര്യവും നമ്മ അതിന്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്, ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല തിരക്ക്, സത്യം പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു അവസ്ഥ. ഇപ്പൊ ഒതുങ്ങിയിട്ടുള്ളൂ. മൊബൈല് നോക്കാനോ മെസ്സേജ് വരുമ്പോ റിപ്ലൈ കൊടുക്കാനോ ഒന്നിനും സമയമില്ല. ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഇങ്ങനെ മെസ്സേജ് കാരണം അല്ലേ, ടൂറ് കഴിഞ്ഞിട്ടാണെങ്കിൽ രാവിലെ ഇരിച്ച എങ്ങടെങ്കിലും പോവാണ്ടാവും, പോയി വരിക, പിറ്റേ ദിവസം രാവിലെ ഇരിക്കും ഇതേപോലെ എങ്ങനെയും പോവാ. പ്രത്യേകിച്ച് വിഷു അന്ന് തൊട്ട് തുടങ്ങിയത് 4-ാം തീയതി വരെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10:30-ക്കാണ് ട്രിപ്പ് കഴിഞ്ഞ് വന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ കോളുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കണ്ടിന്യൂസ് വിളിക്കുന്നിടയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഡ്രൈവിംഗ് ആയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ ഇതുണ്ട്, തിരക്കായോണ്ടാണ് അറ്റൻഡ് ചെയ്യാത്തത്. വീഡിയോസും കറക്റ്റ് വന്നിരുന്നില്ല, ഞങ്ങള് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ക്ഷീണമായിരുന്നു, പോയി വന്നതിന്റെ ഒരു തലവേദന ക്ഷീണമൊക്കെ ഉണ്ട്. അതെ. പിന്നെ അടുത്തത്
ഏജ് പറഞ്ഞ് ചില അച്ഛനും അമ്മയും മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. അടുത്തത്, നിങ്ങൾ രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്? കാശ്മീരിലും മണാലിയിലൊക്കെയാണ്. പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തില് അതുകൊണ്ട് സത്യം പറഞ്ഞ ഞങ്ങള് കാശ്മീർ അവിടെ എവിടെയാണ് ഹണിമൂൺ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ അല്ല, ഞങ്ങള് കല്യാണം ഉറപ്പിച്ച സമയത്ത് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും പോകുന്നത് സേഫ്റ്റി അല്ലാന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിപ്പോ പോണില്ല. ഞങ്ങൾ പോയി ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയി വന്നു. എന്നുവെച്ചാൽ അവിടേക്ക് പോകാൻ തന്നെയായിരുന്നു പ്ലാനിങ്ങും ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ശരിയാക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഇതൊരു എനിക്ക് ഭയങ്കര പേടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഏട്ടൻ നല്ല അഡ്ജസ്റ്റാവും, എന്നാലും എനിക്ക് ഇങ്ങനത്തെ പേടിയാവും. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളൊരു പ്രശ്നങ്ങൾ നടക്കുന്നത് അറിഞ്ഞുകൊടുത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകരുതല്ലോ. അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്യാ, പിന്നെ കുറെ ഇഷ്ടപ്പെട്ട പ്ലേസുകളൊക്കെ അവര് നോട്ട് അലോഡിങ് ആണ്. പിന്നെ നമുക്ക് എന്താ സംഭവിക്കാന്നറിയില്ല. വേണ്ടാന്ന് വെച്ച് അങ്ങനെ എന്തായാലും പോകൂട്ടോ. കാശ്മീരിലേക്ക് എന്തായാലും പോകും, മണാലിക്കോ കാശ്മീരിക്കോ എവിടേക്ക് എന്തായാലും പോകും. ഇവിടെ വന്നപ്പോ തുടങ്ങി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവിടെ തന്നെ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴേ തീരുമാനിച്ച കാര്യമാണ്. അങ്ങനെ എന്താണ് പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള റീസൺ? അത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കേസല്ലേ. അത് നമ്മളെല്ലാം ഒരു 2 മാസം മുന്നേ അതിനെ കുറിച്ചുള്ള ഇഷ്യൂസും കുറെ കാര്യങ്ങളൊക്കെ എല്ലാരും എല്ലാം പറഞ്ഞും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ അതിനെ കുറിച്ച് ഇഞ്ഞെടുത്ത് തരാൻ താല്പര്യമില്ല. ഇനി കഴിഞ്ഞ കാര്യങ്ങള് പ്രശ്നങ്ങളെ പൊക്കി കൊണ്ടുവരാനോ അത് വെച്ച് കുറെ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. ഒക്കെ കഴിഞ്ഞു ഓരോ സിറ്റുവേഷൻ കാരണം അങ്ങനെ ചെയ്യേണ്ടി വന്നു. അടുത്തത്, വീട്ടിലുള്ളപ്പോൾ ചെക്കപ്പിന് പോകാറില്ലേ? ഇവിടെ ഒന്നപ്പോൾ അതിന് പോയിക്കൂടായിരുന്നോ? മറന്നുപോയോ? മറന്നുപോയതല്ല, സത്യം പറഞ്ഞ ചെക്കപ്പ് 2-3 വർഷമായിട്ട് നമ്മള് ചെക്കപ്പിന് പോകുമ്പോഴും അവര് പറയാറ് ഇപ്പൊ വരേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാ ബോഡി ഫുള്ളിപ്പോ മാറിയുണ്ട്, അതുകൊണ്ട് പിന്നെ വരേണ്ട ആവശ്യമില്ലാണ് ഇല്ല. അപ്പൊ ഇനി തിരുവനന്തപുരത്ത് വരുമ്പോ മാത്രം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പോവാത്തത്. നമ്മൾ ഇനി എപ്പോഴും തിരുവനന്തപുരത്ത് പോകുമ്പോ എന്തായാലും ചെക്കപ്പ് ചെയ്യും. പിന്നെ ഞാൻ പോകണം തോന്നിയ എന്തായാലും ഇവിടുന്ന് പോവും. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പോവാൻ തോന്നുകയാണെങ്കിൽ എന്തായാലും പോവും. കുഞ്ഞനും ഗോകുലും സ്വപ്നം കണ്ട പോലെയുള്ള കുടുംബജീവിതമാണോ ലഭിച്ചത്? അതെ. അല്ല, ഉറക്കം എനിക്ക് ചെറുതായിട്ട്. അല്ല, സത്യത്തില് അതെ. സത്യം പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച ലൈഫ് തന്നെയാണ് ഇപ്പൊ പോണത്. ഇനി കാലം ഭാവി എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മളിപ്പോ പെണ്ണുകാളിൽ കഴിഞ്ഞ ശേഷം ആലോചിച്ച് വെച്ച് അതേപോലൊക്കെ നല്ല ആഗ്രഹിച്ച് സന്തോഷം സമാധാനം ഇപ്പൊ പോണു. ആവാണ് ദേഷ്യമൊന്നുമില്ലാണ്. അതെ, അടുത്തത് എന്താ പറയണ്ടല്ലോ, എന്താണ് പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം, ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം. രണ്ടാളും പറയണ്ടേ? എന്നെ ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഇഷ്ടപ്പെടുന്ന സ്വഭാവം എന്താ പറയാ, എപ്പോഴും അന്വേഷിക്കുന്ന സ്വഭാവം ഇഷ്ടല്ലേ? എപ്പോഴും അന്വേഷിക്കും. എപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു നല്ല സ്വഭാവമാണ്. ഒരാളെ അന്വേഷിക്കുക, എപ്പോഴും അന്വേഷിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് വെച്ച് കൂടുതൽ അത് കുറച്ച് ഇഷ്ടമല്ലാത്ത സ്വഭാവം. അത് ഇതന്നെ ഞാൻ പറയാൻ പോകും. ഇതെനിക്ക് ഇഷ്ടമല്ലാത്ത സ്വഭാവം. കഴിക്കണൊക്കെ പറ. ഇഷ്ടമല്ലാത്ത സ്വഭാവം കറക്റ്റ് പറ. ഇഷ്ടമല്ലാത്ത സ്വഭാവം ഇത് എപ്പോഴും പറയട്ടെ മുടി ഇതിപ്പോ ഈ വീഡിയോ തുടങ്ങിയ 2 ഞാൻ പറയട്ടെ. ഇഷ്ടമുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. കെയറിങ് ആണ്, അതേ കെയറിങ് കണ്ണാപ്പിയാണ്. അല്ല, ഇഷ്ടപ്പെടുന്ന സ്വഭാവം എന്ന് വെച്ചാൽ നമ്മളെല്ലാം മനസ്സിലാക്കി പെരുമാറും. നമുക്ക് എന്ത് സാഹചര്യം വന്നാലും മനസ്സിലാക്കും. നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെല്ലാം മനസ്സിലാക്കണം. ഇഷ്ടമല്ലാത്ത സ്വഭാവം എന്ന് വെച്ചാൽ എണ്ണ പണം പറ്റില്ല,
തലയിൽ കഴിക്കുന്ന എണ്ണ വളം പറ്റില്ല. അങ്ങനത്തെ ഒക്കെ കുറച്ച് സ്വഭാവമുണ്ട്. എണ്ണ കഴിക്കുന്നത് ഇഷ്ടമല്ല, ചീസ് ബട്ടർ അങ്ങനത്തെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല. അത് എനിക്ക് ചില നേരം ദേഷ്യം വരും. ഞാൻ എണ്ണ കഴിച്ചിട്ട് ഞാൻ മൂക്കിന്റെ കൊണ്ട് തലയിൽ എണ്ണ വെച്ചിട്ട് നീലപ്രങ്കാതിയുടെ മണമൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ തപ്പ ഛർദിക്കും. അതെന്താന്നറിയില്ല. എന്നാ ആളെ എണ്ണ തേച്ച് കിടക്കുന്ന പക്ഷെ നീലപ്രങ്കാതൊന്നുമല്ല, വേറെ കാര്യം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എണ്ണ വെച്ച് വന്നു കഴിഞ്ഞാൽ പറയും കുളിക്ക് പറ്റും കുളിക്കുന്നു പറയും. അപ്പൊ ഞാൻ കുറച്ചുകൂടി എടുത്തു പോയി മൂക്കിങ്ങനെ വെച്ചെടുക്ക് വളക്ക് കഴിഞ്ഞിട്ട് അത് മാത്രമേ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവമായിട്ടുള്ളൂ. അത് മാറ്റിയെടുക്കാം. വേറൊന്നുമില്ലേ ദേഷ്യമൊക്കെ പറയുമല്ല? ദേഷ്യം ഇല്ല, അങ്ങനെ ദേഷ്യമില്ല. ഞാൻ തന്നെ എന്തെങ്കിലും പറയുമ്പോ ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വരുന്നില്ലുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ പോവാറുണ്ട്. പിന്നെ ഇഷ്ടമുള്ള സ്വഭാവമാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഡയലോഗ് എന്നെ പറഞ്ഞു നടക്കും. ഇപ്പൊ തുടരെ കണ്ടിട്ട് തോന്നുന്നു എന്റെ അറിവില് തുടരെ നമ്മൾ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം കണ്ടില്ലേ? 27-ാം തീയതി തുടരും കണ്ടതാണ്. ഇപ്പൊ ഇന്ന് എത്രാം തീയതി? ഇന്നിപ്പോ 6 6-ാം തീയതി വരെ തുടരത്തെ ഡയലോഗ് പറഞ്ഞു നടക്കുക. അതാണ് അത് ഏത് സിനിമ ഉണ്ടല്ല, അതാണ് ഇൻസ്റ്റയിലെ സ്റ്റോറി അതായിരിക്കും, ഡയലോഗുകൾ അതന്നെ ആയിരിക്കും പറഞ്ഞു നടക്കുക. ചെറുപ്പം എനിക്ക് ഞാൻ ഇഷ്ടക്കേടെന്ന് പറഞ്ഞിരുന്നു, വെറുതെ പറഞ്ഞതല്ല, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർ എനിക്കിഷ്ടമാണ്. ഞാനൊക്കെ പറയിപ്പിക്കും ഏട്ടാ ജോർജ് സാറെങ്കിലും സംസാരിക്കുന്നത് പറയിപ്പിക്കും. അത് അഭിനയിക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. അതെ, അഭിനയിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അഭിനയിക്കാൻ വേണ്ടി കുറെ നടന്നു, പക്ഷെ കിട്ടില്ല. അടുത്തത് ന്യൂ ഹോമിൽ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഫസ്റ്റ് വീക്കൊക്കെ? ആദ്യത്തെ ആഴ്ച ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നതിന്റെ ഒരു അന്തരീക്ഷം സെറ്റിൽ ആവല്ലേ, പിന്നെ ഇവിടത്തെ കാര്യങ്ങളായിട്ടൊന്ന് പഠിച്ചു വരല്ലേ. ഇപ്പൊ നമ്മളെ വീട്ടിലെ പോലെ ആവില്ല ഇവിടുത്തെ കാര്യങ്ങള്. അപ്പൊ എന്തിനൊരു വേസ്റ്റ് എന്ന കാര്യം ഇറക്കും ചിലപ്പോ ഇവിടെ ഡിഫറൻസ് അല്ലേ. അപ്പൊ അതും എല്ലാ കാര്യങ്ങളും മൊത്തത്തില് ഒക്കെ മൊത്തത്തില്, പിന്നെ ഇവരെന്നെ ഏട്ടനേലും അമ്മേരയിലും അവരുടെ ക്യാരക്ടറൊക്കെ കറക്റ്റ് മനസ്സിലാക്കി വരാൻ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും എനിക്ക് അധികം പ്രശ്നമൊന്നും വന്നിട്ടില്ല അത് ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ സിമ്പിളായി പോയി. ഇപ്പൊ അത് സെറ്റായി. എന്റെ പേര് ബിന്ദു. പിന്നെ ആദ്യത്തെ ആഴ്ചയിൽ നമ്മളിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മള് തമ്മിലല്ല, കല്യാണത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങള് ഈ സോഷ്യൽ മീഡിയ കൂടുതൽ നടക്കുമ്പോ, അതുകൊണ്ട് ഞങ്ങള് അതൊന്നും ശ്രദ്ധിക്കാതെ ഞങ്ങളുടെ ലൈഫായിട്ട് അങ്ങനെ പോകലായിരുന്നു. പിന്നെ ഒന്നും നമ്മ ആർക്കും ചോറിയാന്നും പോണില്ലല്ലോ, അങ്ങനെ പോലെ അടുത്തോട്ടാ. ഹായ് ചേച്ചി ചേട്ടാ. ചേട്ടന്റെ വീട് കൊടുങ്ങല്ലൂർ എവിടെയാ? കറക്റ്റ് ഒരു പ്ലേസ് പറയാം. വീട് കൊടുങ്ങല്ലൂര് ഇടവിലങ്ങാണ്. ഇടവിലങ്ങ് നടവരമ്പ് ചന്തറ ആവശ്യമായിട്ട് വരും കേട്ടാ. അപ്പൊ കൊറേ ആൾക്കാർക്ക് കുറെ സംശയം ഉണ്ടായിരുന്നു ഈ സ്ഥലം വീട് എവിടെയാന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു. നടവരമ്പ് ചന്തട ആ റോഡ് തന്നെ, അവിടെ നമ്മള് വീട് വരണ കേട്ടാ. അടുത്തത് ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ബേബി ഗിരിജ ഡോക്ടറിന്റെ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം ഡോക്ടറുടെ വീടിന്റെ അവിടെ. അമ്മനെ എപ്പോഴും വിളിച്ചിട്ടുണ്ടോന്ന്? അമ്മനെ വിളിച്ചിട്ടുണ്ടോന്ന്? ഒരാവശ്യത്തിന് നമുക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, വിളിച്ചു. അതെ, അതെന്തുട്ടാ? അത് നമ്മുടെ യൂട്യൂബിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്റെ യൂട്യൂബ് ചാനലില്, അതിനെ കുറിച്ച് വിളിച്ചു ചോദിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പൊ എമൗണ്ട് കുറച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് പോയിണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്, വീട്ടിലെ അക്കൗണ്ടിലേക്ക് പോയിണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. ഒരു ആഡ്സെൻസിന്റെ കുറെ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് എനിക്കറിയുന്ന ഒരാള് പറഞ്ഞപ്പോ ചോദിച്ചതിനോട് പറഞ്ഞേ ചിലപ്പോ ആ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് പോയിണ്ടാവുന്നു. അപ്പൊ ഞാനത് അങ്ങനെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു, ഇല്ല പറഞ്ഞു. അപ്പൊ അതിനെ ഫോൺ അവിടുന്ന് കട്ടി. അതിന് ഇത്രമാത്രം പൊല്ലിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ഞങ്ങ കാറിന് ടൂറും കഴിഞ്ഞ് വരണ വഴിയാണ് ഈ ട്രോളുകൾ ഇരുന്ന് കേൾക്കണത്. അപ്പാണ് ഈ സംഭവം നമ്മ അറിയണത്. ഇതെന്താണ് ഇത്ര സംഭവം അല്ലേ? ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ സമയത്ത് പറഞ്ഞ ട്രോളുകളൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പത്തെ എല്ലാ വീഡിയോസ് ഇരുന്ന് കണ്ടുട്ടാ. വെറുതെ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോ ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഇതായിരുന്നു.
നമ്മള് പറഞ്ഞതൊന്നല്ല ആരും തമാശ രീതിയിൽ. പക്ഷെ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ കൊറേ ആൾക്കാർ. സത്യം പറഞ്ഞാൽ നമ്മളെ കൊറേ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മള് പറഞ്ഞത് നമ്മൾക്ക് ക്യാഷ് യൂട്യൂബിന് വരാൻ വൈകിയതിന്റെ ടെൻഷനും വിഷമാണ്, അല്ലാതെ കാശ് ഇല്ലാത്തതിന്റെ അല്ല. ഇത് വായിച്ചിട്ട് അടുത്തേക്ക് പോകും, ലാസ്റ്റ് ഒക്കെ പറയാം. നടത്തുന്നുട്ടാ. ഹസ്ബൻഡ് ഗൾഫിൽ പോകുന്നില്ലേ? നാട്ടിലാണ് ഫുൾ ടൈം. യെസ്, അതെ, നാട്ടിലാണ്, പോകുന്നില്ല. അത് ഓൾറെഡി ജോലി ചെയ്തിരുന്നാണ്, പക്ഷെ ഇഷ്ടല്ല. അത് മുന്നേ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞിട്ടുണ്ടാ വീഡിയോയിലൊക്കെ പറഞ്ഞതാ. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോഗ്രാഫറാണ്, അങ്ങനെ സംഭവങ്ങള്. പിന്നെ വിവാഹശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്താണ് കുഞ്ഞു നിനക്ക്? വിവാഹശേഷം എന്താ മാറ്റങ്ങളെന്ന്? മാറ്റങ്ങൾ എന്ന് വെച്ചെന്താ? നിന്റെ ക്യാരക്ടറിൽ വന്ന മാറ്റങ്ങള്. പണ്ട് ചിലപ്പോ ഇതിനെ എന്താ പറയാ, കുട്ടികൾ കൂടുതലായിരിക്കും. ചെലപ്പോ അതായിരിക്കാം. ഇപ്പൊ കുറച്ച് മെച്ചൂർഡായി ഉണ്ടാവായിരിക്കാം, പക്ഷെ അറിയില്ല. എന്താ വെച്ചില്ലേ നിങ്ങളെല്ലാവരും ചെറുപ്പക്ക് അല്ല, എനിക്ക് അത്ര മാറ്റങ്ങളൊന്നും തോന്നണില്ല. ചിലപ്പോ ഇനി വ്യത്യാസങ്ങൾ ഉണ്ടാവായിരിക്കും, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നെ പണ്ടൊട്ടേ അറിയണവർക്ക് ചിലപ്പോ കാണുമ്പോ എല്ലാ വ്യത്യാസങ്ങൾ തോന്നും. പിന്നെ പക്ഷെ ആളൊരു ക്വാളിറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ എല്ലാ ഡേറ്റും കൃത്യമായിട്ട് ഓർത്ത് വെക്കും. എന്തും അല്ല, എന്റെ വീട്ടിൽ അമ്മ അച്ഛൻ ആർക്കും അങ്ങനെ ഒരു, എനിക്ക് പോലും ഇല്ല. ഇപ്പൊ കലണ്ടർ വേണ്ട. ഇപ്പൊ അനിയൻ പോയ ഡേറ്റ് എനിക്കറിയില്ല, അപ്പൊ ആ കുഞ്ഞോട് ചോദിച്ചാൽ കിട്ടും. അമ്മയ്ക്കും അറിയില്ല. അല്ല, അത് പണ്ടോട്ട് എനിക്ക് ഡേറ്റുകൾ ഭയങ്കര ഓർമ്മ നിൽക്കൂട്ടോ. ഇപ്പൊ ഞാൻ വന്നത് അങ്ങനത്തെ ഒരു വീഡിയോ കണക്ക് ഇറക്കാം. ഏട്ടാ ചോദിക്കട്ടെ, നല്ലെന്തായിരുന്നു അറിയാലോ, പറ. പിന്നെ നല്ലെന്തായത്? പിന്നെ ഞങ്ങള് എന്നായിരുന്നു തെറ്റിക്കെട്ട് ചോദിക്കട്ടടാ, പറേട്ടാ. 28 അല്ല 25 ആഗസ്റ്റ് ഡേറ്റ് ഒന്നും ആലേക്ക്. ആഗസ്റ്റ് 25 ഇവിടുത്തെ ഫംഗ്ഷൻ. ആഗസ്റ്റ് 19 കൊല്ലാണ് നമ്മളിക്കും പറഞ്ഞു. എനിക്കല്ല ഓർമ്മയുണ്ട് നമ്മള് കണ്ട ദിവസം. കല്യാണ ഡേറ്റ് അറിയാം, ഫെബ്രുവരി 3. അറിയാലേ, ആകെ 2 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചോക്കിട്ട് അറിയാം. അങ്ങനെ അറിയാട്ടോ, അല്ലാണ്ട് ഞാൻ ഏട്ടന്റെ പെണ്ണാണ് വരുമ്പോ ഞാൻ ഡ്രസ്സിന്റെ കളർ പറഞ്ഞു. അതെനിക്ക് ഓർമ്മയുണ്ട്, റെഡും വൈറ്റും. അതിന് ഓർമ്മയുണ്ട്. രണ്ടാമത്തെ വട്ടം എന്നെ കാണുമ്പോ, രണ്ടാമത്തെ വട്ടം വൈറ്റ് ആയിരുന്നില്ലേ? രണ്ടാമത്തെ വട്ടം ഓർമ്മയില്ലേ? വൈറ്റ്. രണ്ടാമത്തെ വട്ടം ഇങ്ങനെയല്ലോ വന്നത്. ഇവിടെ ഓക്കെ ഇവിടത്തെ ഡ്രസ് റെഡും മഞ്ഞയും രണ്ടും കൂടെ. മൂന്നാമത്തെ വട്ടമാണ് വൈറ്റ്. ഓർമ്മയുണ്ട്, സമാധാനം. അടുത്തത് നാലാമത്തെ വട്ടം വൈറ്റ് ആണല്ലോ. നാലാമത്തെ വട്ടം വൈറ്റോ? അല്ലല്ല, അത് വൈറ്റ്. അത് വൈറ്റ് അത്ര. നാലാമത്തെ വട്ടം വൈറ്റ് ആണ്. ഡ്രസ്സൊക്കെ ഓർമ്മ കിട്ടും. അഞ്ചാമത്തെ വട്ടം ബ്ലാക്ക് അല്ലേ? എൻഗേജ്മെന്റിന് റെഡ് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് അല്ല, നമ്മ എൻഗേജ്മെന്റിന് സാരി സാരി ഇട്ടിട്ട് എന്റെ പിറന്നാള് പോയല്ലേ. എന്താ ഒന്നുകൂടെ ഈ കളിയിലൊക്കെ കയറ്റി വെക്കണ്ടേ? അത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്ലാക്ക്. ബ്ലാക്ക് ക്രീമായിരുന്നു. ഞാൻ എടുത്തിട്ട് അതെടുത്തിട്ടില്ലല്ലോ. അത് പിന്നെ എടുത്തത്, പിന്നെ ഇട്ടാണ് അത് പോയത്. പിന്നെ ക്രീം ഇട്ടിട്ടാ പോയത്. അടുത്തത് ഓക്കെ, അടുത്തത് എന്തിനാണ് 2 താലി? താലി 2 താലി എന്ന് പറഞ്ഞാ, നമ്മള് ഈ എന്റെ താലിയില് ഒരെണ്ണം ശിവലിംഗ താലിയാണ് കേട്ടാ. ഈ ഒരു താലി, ആ താലി നമ്മള് എന്റെ ഓർമ്മയിലാണെങ്കിൽ നമ്മുടെ കല്യാണത്തിന്റെ 2 മാസം മുന്നേ
ഇവര് ബുക്ക് ചെയ്ത് വെച്ചതാണ് ഈ താലി ഈ ചെയ്യൽ. പിന്നെ നമ്മൾ പെട്ടെന്ന് കല്യാണം നടത്തേണ്ടി വന്നപ്പോ നമുക്ക് ഈ താലി പണി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിത് എടുത്ത് ചെയ്തത്. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ താലി പണി കഴിഞ്ഞ് കിട്ടിയതട്ടാ അല്ലേ. പിന്നെ ഇനി അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ചെറിയ മാലയമ്മ ചെറിയ താലിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാനും നമുക്ക് പറ്റുമല്ലോ. അപ്പൊ 2 താലി കെട്ടിയിട്ടുണ്ട്, 2 താലിയും കെട്ടിയിട്ടുണ്ട്. ഒരു താലി ആദ്യത്തെ താലി ചെറുത് കെട്ടി, രണ്ടാമത്തെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കഴുത്തിൽ ഇട്ടന്നു, കെട്ടിയില്ല ഇട്ടന്നു. അപ്പൊ അത് രണ്ടും കൂടി അങ്ങനെ ഇട്ടണമെന്നല്ലോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പലതും പ്രശ്നമൊന്നുമില്ല. അടുത്തത് പിന്നെ എന്റെ താലി കുറെ ആൾക്കാർ കറക്റ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ കാണിക്കാം. അല്ലെങ്കിൽ ശിവലിംഗത്താലി അങ്ങനെ അടിച്ചോക്കി കഴിഞ്ഞാൽ കിട്ടൂട്ടെ ശിവലിംഗത്താലി. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ വേണം. തമിഴ്നാട് സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞപ്പോ ഇവർക്കൊക്കെ കണ്ടപ്പോ അത് ഇഷ്ടമാവും ചെയ്തോട്ടാ. ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ചേച്ചിമാരേലും അങ്ങനത്തെ സംഭവം കണ്ടത്. അപ്പൊ അടുത്തത് കുണുക്കിന്റെയും കുണുക്കിയുടെയും റിയൽ നെയിം പറയാം. കുണുക്കന്റെ ആരവ്, കുണുക്കിലെ മഹാലക്ഷ്മി. എന്താ ചോദിക്കാൻ ആരും എനിക്കറിയില്ല. അറിയില്ല, പറയാത്തവരായിരിക്കും. കുണുക്കനും പേരറിയാത്തവരായിരിക്കും. പിന്നെ ഒരു മേക്കപ്പ് വീഡിയോ സെറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ ഷോർട്ടൊക്കെ ഇടാം അല്ലേ, കുഴപ്പമില്ല. മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യാം, നമുക്ക് സമയം പോലെ നമ്മൾ എന്തായാലും ചെയ്യാം. സ്വന്തമായി വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എവിടെയാണ് ഇഷ്ടം സ്ഥലം? ഇപ്പൊ സ്ഥലമൊന്നും ആലോചിക്കുന്നില്ല, വീട് വെക്കാൻ എന്തായാലും ഭാവിയില് എന്തായാലും വേണ്ടി വരുമല്ലോ അല്ലേ. അപ്പൊ വെക്കും. സ്ഥലമൊന്നും ആയിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ആഗ്രഹമുണ്ട് വീട് വെക്കണം അല്ലേ, വീട് വെക്കാൻ ഒരാഗ്രഹമില്ലേ. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവല്ലോ, വീടും ഓരോ കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ ആഗ്രഹം. അതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇത്ര ചെറിയ ഏജൊക്കെ പിന്നെ കിട്ടിയ. അടുത്തത് പ്രാങ്ക് വീഡിയോ ചെയ്യുമെന്ന്. പ്രാങ്ക് വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്കാണ് പ്രാങ്ക് വീഡിയോ ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, പറ്റുമെന്ന് ശ്രമിക്കാം. എനിക്ക് പക്ഷെ അങ്ങനെ അത്ര അറിയില്ല പ്രാങ്ക് ചെയ്യാൻ. എനിക്ക് അതിനൊന്നും മനസ്സിലിരിക്കില്ല. എന്തായാലും ഏട്ടൻ ചെയ്യട്ടെ. ചെയ്യോ? എന്നെ കരയിപ്പിക്കോ? എന്താണ് അടുത്തത്? അമ്മയുടെ വീഡിയോയിൽ പറഞ്ഞത് എന്താ മറുപടി? നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണോ? അതെ, വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ. കഞ്ഞി പിടിക്കാൻ പോലും ഇല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അറിയാൻ കാണിക്കലുണ്ട്, ചിരിയുണ്ട്. എന്താ പറയാന്ന് വെച്ചാ നമ്മള് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മള് ബുദ്ധിമുട്ടിന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച ഒരു കാശ് വരാണ്ടായിട്ടൊരു ടെൻഷൻ. നമ്മൾ മറ്റുള്ള അക്കൗണ്ടിലേക്ക് പോവോ, അതോ ഇത്രയും നമ്മള് സമ്പാദിച്ച ഒരു കഷ്ടപ്പെട്ട് തന്നെ വീഡിയോ ഉണ്ടാക്കുന്ന കാശ് പോവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. അല്ലാതെ നമുക്ക് ജീവിക്കാൻ മാർഗമില്ല എന്നല്ല പറഞ്ഞ്. ആ സമയത്ത് ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ അറിയാം നമ്മള് അത്രയും കാശില്ലാണ്ട് ഇരിക്കുന്നില്ല. നമ്മള് പുറത്തു പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്റെ ഒരു ഐഫോൺ മേടിക്കണ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ കാശ് കൊണ്ട് തന്നെ മേടിക്കണമെന്ന് എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്. അത് ആരും മേടിച്ചതൊന്നും എനിക്കില്ല, ഞാൻ എന്നെ മേടിച്ചതുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് കാശിന് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇനി വരുമോന്നും അറിയില്ല. ഇനി ഇപ്പൊ ഏതൊരു കോടീശ്വരന്മാരും ഒറ്റ നിമിഷം മതി ഇല്ലാണ്ടാവാൻ. ഇപ്പൊ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് നോക്കും. അതിപ്പോ ഞങ്ങൾ തന്നെ മാനേജ് ചെയ്ത് പോകും. അതാണ് നമ്മളതില് കാശിന് ബുദ്ധിമുട്ട് വന്നല്ല പറഞ്ഞ്. നമുക്ക് വേറെ ആളെ കാശ് വരാണ്ടായപ്പോ നമുക്കൊരു ടെൻഷനും ആ സമയത്ത് ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. അതുണ്ടാവുമല്ലോ ഏതൊരാൾക്കാരും. യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വരുമാന മാർഗമാണ്, ജോലിയാണ്, കുഞ്ഞിന്റെ ജോലിയാണ്. ആ ജോലിക്ക് നമ്മ സാലറി കിട്ടിയിട്ടില്ല. ആ സാലറി കിട്ടാണ്ടാവുമ്പോ നമ്മ ഓൾറെഡി പോവോ എന്നൊക്കെയുള്ള ടെൻഷൻ. ഇപ്പൊ ഞാൻ വർക്ക് എടുത്തിട്ട് എനിക്ക് വർക്കിന്റെ പൈസ തന്നിട്ടില്ല.
അപ്പൊ ഞാനത് അന്വേഷിക്കും, എന്താണ് കിട്ടാത്തത്, എന്താ കാരണം. നമ്മുടെ എത്ര കാശ് കയ്യിലുണ്ടെങ്കിലും നമ്മളത് അന്വേഷിക്കും. അത് 10,000 ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, ലക്ഷങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും അതിനുവേണ്ടി നമ്മൾ ടൈം മാറ്റി വെച്ചിട്ട് ചെയ്യണ കാര്യങ്ങളാണ് എല്ലാം. ഏത് ചെറിയ ജോലിക്കും അതിന്റേതായ ഒരു മഹത്വമുണ്ട്. എന്ത് ജോലിക്കും. അപ്പൊ അതിന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നമ്മ അത് ചോദിച്ചതാണ്. നമ്മ അതിനെ എന്തോരം പേര് നമ്മളെ സഹായിച്ച്, ഒരുപാട് പേര് അല്ലാതെ നമ്മളൊരു കാശില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ഇതുവരെ എനിക്ക് കാശില്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ സോൾവ് ചെയ്ത് അതിനെ കൊണ്ടു അല്ലെ, അത്രയുള്ളൂ മറുപടി. അല്ലാതെ വേറെ ഇതൊന്നും എനിക്ക് ഇഷ്യൂസ് ആക്കി എടുത്തിടേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പറഞ്ഞത് എന്താ അർത്ഥം ഒന്നും മനസ്സിലാക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മ പറയണ കാര്യങ്ങള് നമ്മള് പറഞ്ഞത് വേറെ, മനസ്സിലാക്കണവരുണ്ട് മനസ്സിലാക്കണവരുണ്ട്. നമ്മള് പറഞ്ഞത് വേറെ, വീഡിയോസിലല്ല എന്റെ അമ്മയുടെ വീഡിയോയിൽ പറഞ്ഞത് വേറെ കാര്യം. അത് വേറെ ചിന്തിച്ച് ഞാൻ കൊണ്ടുവന്നേക്കണത് മറ്റേ തീവ്രവാദികളെ പോലെ തട്ടിക്കൊണ്ട് വന്നിട്ടിട്ട് പീഡിപ്പിക്കല്ല. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് താലി കെട്ടിന്റെ ഭാര്യയാണ്. അപ്പൊ ആളെ ഞാൻ നോക്കാണ്ടിരിക്കണതൊക്കെ എന്റെ ഉത്തരവാദിത്താണ്. അപ്പൊ അതിങ്ങനെ വീട്ടിൽ തന്നെ പറയേണ്ട ഒരു ആവശ്യമില്ല. കല്യാണം ഉറപ്പിച്ചത് തന്നെയാണ്. ഉറപ്പിച്ചതാണ്. അപ്പൊ ഒട്ടും കഴിവില്ലാത്തടത്ത് കാര്യം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അതന്നെ. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കാശിന്. അതന്നെ. ഞാൻ വരുമ്പോ പറയാം. നടത്തും നമ്മളത് വല്ലാണ്ട് പറയണില്ല. എന്തുണ്ടല്ലോ പോയി. പിന്നെ പുതിയൊരു അക്കൗണ്ട് ചേട്ടൻ എടുത്തു തന്നതല്ലേ, അപ്പൊ കുഞ്ഞിന് എന്തൊരു അക്കൗണ്ട് എടുക്കാത്തെ? ചേട്ടന്റെ പേർക്കാണ് പുതിയ അക്കൗണ്ട് എടുത്തത്, അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് വേറെ ഒന്നല്ല, എന്റെ എനിക്ക് പാൻ കാർഡ് ഇല്ല. പിന്നെ ആധാർ കാർഡില് കുറച്ച് കാര്യങ്ങൾ മാറ്റണല്ലോ, കല്യാണം കഴിഞ്ഞ എന്തായാലും മാറ്റണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അത് വേറെ ഒരു അക്കൗണ്ട് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പാൻ കാർഡ് ഇല്ലാണ്ട് എന്റെ അറിവിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അതുവരെ നമുക്ക് അക്കൗണ്ട് ഒരെണ്ണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ടില് ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ എന്റെയിലാണ് കിടക്കുന്നത് അല്ലെ. ആ അക്കൗണ്ട് ഗൂഗിൾ പേ എന്റെ ഫോണിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ഇനി എന്തായാലും പാൻ കാർഡും കാര്യങ്ങളൊക്കെ എനിക്കൊരു അക്കൗണ്ട് ഞങ്ങൾ എടുക്കും അല്ലെ. അല്ലാതെ ചേട്ടൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ അക്കൗണ്ട് കൊടുക്കാൻ പാട് യൂട്യൂബിലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഞാനായിട്ട് നമുക്ക് അപ്പൊ എനിക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റാത്തോണ്ട് ചെയ്തതാണ്. ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്താ മറുപടി പ്രാങ്ക് വീഡിയോ, കൊടുവിന്റെ എവിടെയാ വീട്, പിന്നെ അമ്മയും അച്ഛനും സഹോദരങ്ങളും വിളിക്കാറുണ്ടോ? സഹോദരങ്ങൾ ഇല്ലട്ടോ, ആരെയും വിളിക്കാറില്ല. ഞാൻ ഒരു വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കാര്യം പറഞ്ഞു. പിന്നെ അത് നമ്മുടെ യൂട്യൂബിൽ വിളിച്ചുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചത്, പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ കുണുക്കിന്റെ കാര്യങ്ങൾ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ കണ്ടിട്ടുണ്ടോന്ന്. നേർക്ക് നേരെ കണ്ടിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ ജസ്റ്റ് ആ വഴിക്ക് ഞങ്ങൾ സിസ്റ്റർ എടുക്കാൻ പോകുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ സംസാരിച്ചിട്ട് അങ്ങനൊന്നുമില്ല. സിസ്റ്റർ എടുക്കാൻ വേണ്ടിട്ട് നമ്മ പൊന്നാനി ആ സൈഡിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ പോണ വഴിക്കാണ് കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞ ലവ് യു ബോത്ത് ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അങ്ങനെ കൊറേ നമ്മളെ കുറിച്ചുള്ള കൊറേ കാര്യങ്ങള് എഴുതിയിട്ടുണ്ട്. പിന്നെ ഭർത്താവിന്റെ അമ്മയിൽ കണ്ട നല്ല ഗുണവും ദോഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തിട്ടാണ്? നല്ല അമ്മയാണ്. അതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, അതില് വായിക്കാട്ടായിരിക്കാം. പിന്നെ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അറേഞ്ച് മാരേജ്. അറേഞ്ച് മാരേജ് അല്ലേ? അല്ല, മാരേജ് കഴിഞ്ഞത് എന്റെ വീട്ടുകാർ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ ബന്ധം വന്നത് അറേഞ്ച് മാരേജും പിന്നെ കെട്ടിയത് ലവ് പോലെ. ഇപ്പൊ ആൾക്കാർക്ക് എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാരും കൂടിയിട്ടാണ് ഈ ബന്ധം ഉറപ്പിച്ചത്. ഓക്കെ, അങ്ങനെ
അല്ല പിന്നെ അതായത് ചോദിച്ചോണ്ടിരിക്കാൻ ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നമ്മ പറയാനുള്ള മറുപടികള് നാളെ ഹസ്ബൻഡ് ആൻഡ് ഫാമിലി മോൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും മോള് എന്ത് ചെയ്യുന്നു? ഇപ്പം അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോ അതിനനുസരിച്ച് നീങ്ങും. അതെ, അപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. നല്ല ചിന്തിക്കൂ, നല്ലത് നേടും. അപ്പൊ കഴിഞ്ഞില്ല ഏകദേശം ക്വസ്റ്റ്യൻസ്. പിന്നെ ഹെയർ കെയറിന്റെ ഒരു സ്കിൻ കെയർ അങ്ങനത്തെ കുറെ വീഡിയോസ് ഞാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഹെയർ കെയറും സ്കിൻ കെയർ ഒക്കെ എത്രയും പെട്ടെന്ന് വരും. പിന്നെ നമ്മളെ യൂട്യൂബ് ഫസ്റ്റ് റെവന്യൂ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ യൂട്യൂബ് ഐഡിയിൽ ഫസ്റ്റ് റെവന്യൂ ആദ്യമേ വന്നിട്ടുള്ളതാണ്. അത് എനിക്ക് 10,000 ആണ് ആദ്യം വന്നത്. അത് ഇവിടെ വെച്ചിട്ടല്ല, മുന്നേ വന്നിട്ടുള്ളതാണ്. ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് യൂട്യൂബിന് റെവന്യൂ കറക്റ്റ് എമൗണ്ട് പറയാൻ പാടില്ല, അതിനൊരു നിയമമുണ്ട്. അതുകൊണ്ടാ പിന്നെ അച്ഛല്ലാത്തപ്പോ ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്തിടാൻ കേട്ടാ. അതിന് ഫോൺ ഉണ്ടായിരുന്നില്ല. നമ്മള് ഫോൺ എടുത്തിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 3-4 ദിവസമായിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് എടുക്കും. പിന്നെന്താ ഫോൺ സ്റ്റാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. വീട് പിന്നെ ഒക്കെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതാണ് ഞങ്ങൾ അധികം വായിക്കാത്ത. ഇടയിൽ എന്തെങ്കിലും വിട്ടുപോയിണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിക്കണം. പിന്നെ ഞങ്ങള് ആരെങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലേ, മര്യാദക്ക് പോവാ. ഞങ്ങളിപ്പോ സമാധാനം സന്തോഷമായി. അല്ല, ഞാൻ പറഞ്ഞത് വീഡിയോയില് എന്തെങ്കിലും പറഞ്ഞ ഡയലോഗിലാണ് ആരെങ്കിലും വിഷമമായി ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങള് സമാധാനം സന്തോഷമായി മര്യാദക്ക് പോവാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ സംഭവം നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ വെച്ചിട്ടതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. ബൈ. ഹലോ മറ്റേ സാധനം